എല്ലാവർക്കും ലക്ഷ്യ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അർച്ചന. ഞാനിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയാണ്. ഒരു LD തലത്തിലുള്ള എക്സാം ആയാലും ഒരു ഡിഗ്രി എക്സാം ആയാലും നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വിഷയമാണ് ഇന്ത്യൻ ഭരണഘടന. കഴിഞ്ഞ 2017 LDക്ക് 28ഓളം ചോദ്യങ്ങൾ, എന്നാൽ അതിന് മുന്നിലുള്ള LD എക്സാമിന് ഏകദേശം 71ഓളം ചോദ്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു വിഷയമാണ് ഇന്ത്യൻ ഭരണഘടന. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന രീതി നിങ്ങൾക്ക് ഭരണഘടനയിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സഹായിക്കുന്നു. ലക്ഷ്യ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ഭരണഘടനയുടെ മുഴുവൻ പോർഷനും വളരെ വ്യക്തമായി കരസ്ഥമാക്കാവുന്നതാണ്. ഇന്ന് ഞാനിവിടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ അടിസ്ഥാനപരമായ വസ്തുതകളെ പറ്റിയാണ്. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം കോൺസ്റ്റിറ്റ്യുവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഉത്ഭവിച്ചത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം കോൺസ്റ്റിറ്റ്യുവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഉത്ഭവിച്ചത്. എന്താണ് ഭരണഘടന? ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ നിയമങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയിലാണ്. ഒരു പൗരൻ്റെ മൗലികമായ അവകാശങ്ങളും കടമകളും വളരെ വ്യക്തമായി പറയുന്നത് ഭരണഘടനയിലാണ്. ഒരു രാജ്യം മുന്നോട്ടേക്ക് നീങ്ങുന്നത് ആ രാജ്യത്തിൻ്റെ ഭരണഘടനയിലെ നിയമങ്ങൾ അനുസരിച്ചിട്ടാണ്. അതിനാൽ ഓരോ രാജ്യത്തിനും സ്വന്തമായി ഒരു ഭരണഘടനയുണ്ട്. നമുക്ക് ഭരണഘടനയെ രണ്ടായി തിരിക്കാവുന്നതാണ്. ഒന്ന്, ലിഖിത ഭരണഘടന, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. രണ്ട്, അലിഖിത ഭരണഘടന, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ഭരണഘടന ഒരു ലിഖിത ഭരണഘടനയാണ്. അതുമാത്രമല്ല, നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ പ്രത്യേകത എന്തെന്നാൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. എന്നാൽ ഈ ലോകത്തിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും ചെറുതുമായ ഭരണഘടന ഏത് എന്ന് ചോദിച്ചാൽ അത് അമേരിക്കയുടെ ഭരണഘടനയാണ്. അപ്പോൾ ലിഖിത ഭരണഘടന എന്നാൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അർത്ഥം. അടുത്തത് അലിഖിത ഭരണഘടന, അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന് ഉദാഹരണമാണ് ബ്രിട്ടൻ, ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളുടെ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമേത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇന്ത്യയാണ്. എന്നാൽ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ ക്രേഡിൽ ഓഫ് ഡെമോക്രസി, അതായത് ആദ്യമായി വന്ന ജനാധിപത്യ രാജ്യം, ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് ഗ്രീസ് ആണ്. ഹോം ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി, പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡിനെയാണ്. എന്നാൽ ലാൻഡ് ഓഫ് മോഡേൺ ഡെമോക്രസി, ആധുനിക ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. ലോകത്തിലെ ആദ്യത്തെ അവകാശ പത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് എന്ന്? ലോകത്തിലെ ആദ്യ അവകാശ പത്രമായ മാഗ്ന കാർട്ട ഒപ്പുവെച്ചത് 1215 ജൂൺ 15-നാണ്. ഒപ്പുവെച്ചത് അന്നത്തെ ബ്രിട്ടീഷ് രാജാവായ ജോൺ രണ്ടാമനാണ്. മാഗ്ന കാർട്ടയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവകാശ പത്രം എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ചില വസ്തുക്കൾ ഡിസ്കസ് ചെയ്യാം. ലോകത്തിലെ ആദ്യത്തെ നിയമാവലി എന്നറിയപ്പെടുന്നത് ഹമ്മുറാബിയുടെ നിയമാവലിയാണ്. എന്താണ് ഹമ്മുറാബിയുടെ നിയമാവലി? ആരാണ് ഹമ്മുറാബി? മെസപ്പൊട്ടേമിയൻ സംസ്കാരം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു സംസ്കാരമാണ് ബാബിലോണിയൻ സംസ്കാരം. മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു സംസ്കാരമാണ് ബാബിലോണിയൻ സംസ്കാരം. ഈ ബാബിലോണിയൻ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനിയായ രാജാവാണ് ഹമ്മുറാബി. അദ്ദേഹം ഉണ്ടാക്കിയ ലിഖിത നിയമാവലിയാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ നിയമാവലി എന്ന് അംഗീകരിക്കപ്പെടുന്നത്. പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ് എന്ന ശിക്ഷാരീതി നടപ്പിലാക്കിയ വ്യക്തിയാണ് ഹമ്മുറാബി. ഈ ചോദ്യം മുൻ വർഷത്തെ PSC ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവ് ആര്? ഇന്ത്യയിലെ ആദ്യത്തെ നിയമദാതാവാണ് മനു. മനു തൻ്റെ മനുസ്മൃതിയിൽ ഹിന്ദുയിസത്തെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഹിന്ദുയിസത്തിന്റെ നിയമങ്ങളാണ് മനുസ്മൃതിയിൽ പറയുന്നത്. മനുവിൻ്റെ മനുസ്മൃതിയാണ് ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായ നിയമാവലിയെന്നും അദ്ദേഹത്തെ ഇന്ത്യയിലെ
ആദ്യത്തെ നിയമദാതാവ് എന്നും പറയുന്നു. അദ്ദേഹത്തിന്റെ നിയമാവലിയിൽ, മനുസ്മൃതിയിൽ ഹിന്ദുയിസത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഹിന്ദുക്കളുടെ നിയമങ്ങളാണ് അതിൽ കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ ആധുനിക മനു എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ BR അംബേദ്കറെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. എന്തുകൊണ്ടാണ് ഡോക്ടർ BR അംബേദ്കറിനെ ആധുനിക മനു എന്ന് വിശേഷിപ്പിക്കുന്നത്? അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ചതുകൊണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരം ശരിയല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ പിന്നിൽ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തെ ആധുനിക മനു എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, മനുസ്മൃതിയിൽ ഹിന്ദുയിസത്തിന്റെ നിയമാവലിയാണ് പറഞ്ഞിരിക്കുന്നത്, ഹിന്ദുക്കളുടെ നിയമങ്ങളാണ് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയിൽ ഉദ്ദേശിക്കുന്നത് എല്ലാ മതസ്ഥരും തുല്യമാണ് എന്നുള്ള ആശയമാണ്. ഹിന്ദുയിസത്തെക്കുറിച്ച് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, എല്ലാ മതസ്ഥരും തുല്യമാണ് എന്നുള്ള ആശയമാണ് അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചത്. മാത്രമല്ല അദ്ദേഹം ഹിന്ദു കോഡ് ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടു. ആ ഹിന്ദു കോഡ് ബില്ലിൽ ഹിന്ദുക്കൾക്ക് ഇടയിലുള്ള വിവേചനങ്ങളെ പറ്റിയും സ്ത്രീ പുരുഷ സമത്വത്തെ പറ്റിയും പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആധുനിക മനു എന്ന് ഡോക്ടർ BR അംബേദ്കറെ വിളിക്കപ്പെട്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഭരണഘടനയുടെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അവകാശപ്പെട്ടത് ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് MN റോയ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അവകാശപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ പേരാണ് MN റോയ്. എന്നാൽ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അവകാശപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ അത് സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അവകാശപ്പെട്ട രാഷ്ട്രീയ പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടിയാണ്. MN റോയെ കുറിച്ച് അറിയേണ്ട ചില പോയിന്റുകൾ ഇവിടെ പറയുകയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് MN റോയ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവാണ് MN റോയ്. 1945 പീപ്പിൾസ് പ്ലാൻ എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയ്. 1945 പീപ്പിൾസ് പ്ലാൻ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് MN റോയ്. റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകനാണ് MN റോയ്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന വിഖ്യാതമായ കൃതിയുടെ കർത്താവാണ് MN റോയ്. ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന വിഖ്യാതമായ കൃതിയുടെ കർത്താവാണ് MN റോയ്. അങ്ങനെ ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കാനായി ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതി, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി. ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കാൻ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ സ്ഥിരം അധ്യക്ഷൻ ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ സ്ഥിരം അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതി നിലവിൽ വന്ന വർഷം 1946. ഇനി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ശ്രദ്ധിക്കുക. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എത്ര മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 17 മലയാളി അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ 17 മലയാളി അംഗങ്ങളിൽ എത്ര മലയാളി വനിതകൾ? 3 മലയാളി വനിതകൾ. ആരൊക്കെയാണ് ഇവർ? ഒന്ന്, ആനി മെസ്ക്രീൻ. ട്രാവൻകൂറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ആനി മെസ്ക്രീൻ. മദ്രാസിൽ നിന്നുമുള്ളത് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. ഇങ്ങനെ 3 മലയാളി വനിതകളാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലുള്ളത്. കൊച്ചിയെ റെപ്രസെന്റ് ചെയ്ത മലയാളിയാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ. യുണൈറ്റഡ് പ്രൊവിൻസസിനെ റെപ്രസെന്റ് ചെയ്ത മലയാളിയാണ് ജോൺ മത്തായി. കൊച്ചിയെ റെപ്രസെന്റ് ചെയ്ത മലയാളി പനമ്പള്ളി ഗോവിന്ദമേനോൻ. യുണൈറ്റഡ് പ്രൊവിൻസസിനെ റെപ്രസെന്റ് ചെയ്ത മലയാളിയാണ് ജോൺ മത്തായി.
എന്നാൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ വനിതകളുടെ എണ്ണം എത്രയാണ്? ഞാൻ പറഞ്ഞു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് 1946-ലാണ്. അന്ന് ആകെ വനിതകളുടെ എണ്ണം 17ആണ്. എന്നാൽ 1947-ൽ ഇന്ത്യൻ വിഭജനത്തിന് ശേഷം എണ്ണം കുറഞ്ഞു 15ലേക്ക് ആയി. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ച സമയത്ത് 1946-ൽ ആകെ വനിതകളുടെ എണ്ണം 17ആണ്. എന്നാൽ ഇന്ത്യ വിഭജനത്തിന് ശേഷം അത് 15ലേക്ക് കുറഞ്ഞു. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പ്രധാനമായും 22 കമ്മിറ്റികളാണ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന രൂപീകരിക്കുവാൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെ 22 കമ്മിറ്റികളായി തിരിച്ചു. ഈ 22 കമ്മിറ്റികളിൽ ഏതൊക്കെ കമ്മിറ്റികളാണ് മേജർ കമ്മിറ്റീസ് അഥവാ എത്ര കമ്മിറ്റികളാണ് മേജർ കമ്മിറ്റീസ് എന്ന് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ 8 കമ്മിറ്റികളാണ്. 22 കമ്മിറ്റികളിൽ പ്രധാന കമ്മിറ്റികൾ അഥവാ മേജർ കമ്മിറ്റീസ് എന്നറിയപ്പെടുന്നത് 8 കമ്മിറ്റികളാണ്. ഈ 8 കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനമായ കമ്മിറ്റി ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ്. ഈ 8 കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനമായ കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയെ കൂടി പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ പേരാണ് BN റാവു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ നിയമ ഉപദേഷ്ടാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് BN റാവു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ നിയമ ഉപദേഷ്ടാവാണ് BN റാവു. ആമുഖം അഥവാ പ്രിയാമ്പിൾ എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തിയാണ് BN റാവു. അന്താരാഷ്ട്ര നീതി ന്യായ കോടതിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ഭാരതീയനാണ് BN റാവു. അന്താരാഷ്ട്ര നീതി ന്യായ കോടതിയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഭാരതീയനാണ് BN റാവു. മാത്രമല്ല മ്യാൻമാർ, പണ്ടുകാലത്ത് ബർമ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, മ്യാൻമാർ അഥവാ ബർമയുടെ ഭരണ നിർമ്മാണ സഭയിലെ നിയമ ഉപദേഷ്ടാവായ ഇന്ത്യക്കാരനായിരുന്നു BN റാവു. അപ്പം ഈ 4 പോയിന്റുകൾ BN റാവുവിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇന്ത്യൻ ഭരണഘടന ടൈപ്പ് ചെയ്തതോ പ്രിന്റ് ചെയ്തതോ ഒന്നുമല്ല. ഒരാൾ സ്വന്തം കൈപ്പടയാൽ എഴുതി തയ്യാറാക്കിയതാണ് ഇന്ത്യൻ ഭരണഘടന. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി ആര്? പ്രേം ബിഹാരി നരയൻ റൈസാദ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തിയുടെ പേരാണ് പ്രേം ബിഹാരി നരയൻ റൈസാദ്. അദ്ദേഹം ഇംഗ്ലീഷിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പകർപ്പും എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് വസന്ത കൃഷ്ണ വൈദ്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് എഴുതിയത് വസന്ത കൃഷ്ണ വൈദ്യ. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷമാണ് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം 1950 ജനുവരി 26. ഇത്രയും കാര്യങ്ങളാണ് എങ്ങനെയാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. ഇനി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടക്കുന്നതിന് മുൻപേ 3 പുതിയ പോയിന്റുകൾ അറിഞ്ഞിരിക്കണം. 1, എന്താണ് ഭാഗം അഥവാ എന്താണ് പാർട്ട്? 2, ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം എന്നാൽ എന്ത്? 3, ഷെഡ്യൂൾ അഥവാ പട്ടിക എന്നാൽ എന്ത്? നമുക്ക് നോക്കാം. ആദ്യമായി ഭാഗം എന്നാൽ എന്ത്? അതിന് ഒരു ഉദാഹരണം പറയാം. നമ്മൾ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണ്. ഉദാഹരണത്തിന് ഞാനൊരു ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ടോപ്പിക് 1 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, 2 വർക്ക് എനർജി പവർ, 3 ലൈറ്റ്, 4 സൗണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ഈ എല്ലാ ടോപ്പിക്കുകളെയും നമ്മൾ കാണപ്പെടുന്നത് ചാപ്റ്റേഴ്സ് ആയിട്ടാണ്. ചാപ്റ്റർ 1 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, ചാപ്റ്റർ 2 വർക്ക് എനർജി പവർ, ചാപ്റ്റർ 3 ലൈറ്റ്. അങ്ങനെ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ ഡിവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ ചാപ്റ്റർ എന്ന് പറയില്ല,
പാർട്ട് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ പാർട്ട് അഥവാ ഭാഗം എന്നാണ് പറയുന്നത്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 22 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. നിലവിൽ വരുന്ന സമയത്ത് 22 ഭാഗങ്ങളാണുള്ളത്. എന്നാൽ ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ 25 ഭാഗങ്ങളുണ്ട്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 22 ഭാഗങ്ങൾ, ഇപ്പോൾ 25 ഭാഗങ്ങൾ. അപ്പോൾ 3 ഭാഗങ്ങളെ പുതിയതായി ഉൾപ്പെടുത്തി എന്ന് ധരിക്കരുത്. പുതിയതായി 4 ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയത്. ഒരു ഭാഗത്തെ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. അങ്ങനെ 4 ഭാഗങ്ങളെ ഉൾപ്പെടുത്തുകയും ഒരു ഭാഗത്തെ നീക്കം ചെയ്യുകയും ചെയ്ത് നിലവിലെ ഭാഗങ്ങളുടെ എണ്ണമാണ് 25. അടുത്തത് നോക്കാം, എന്താണ് ആർട്ടിക്കിൾസ് അഥവാ അനുച്ഛേദം. ഓരോ ഭാഗത്തെക്കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ അറിയണമെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദത്തിലേക്ക് പോകണം. ഓരോ ഭാഗത്തിലും എന്താണ് പറയുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ആർട്ടിക്കിൾ നോക്കിയാൽ മതി, അഥവാ അനുച്ഛേദം നോക്കിയാൽ മതി. ഉദാഹരണത്തിന് ഭാഗം 1 അഥവാ പാർട്ട് 1 എന്ന് പറയുന്നത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിയാണ്. രാജ്യവും അതിൻ്റെ അതിർത്തി പ്രദേശങ്ങളും അഥവാ രാജ്യവും അതിൻ്റെ ഭൂപ്രദേശങ്ങളും എന്ന് മലയാളത്തിൽ പറയാം. അതിനെക്കുറിച്ച് വിശദീകരണം തരുന്ന അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾസ് എത്രയാണ് എന്ന് ചോദിച്ചാൽ 1 മുതൽ 4 വരെയാണ്. ഭാഗം 1 കുറിച്ചുള്ള ഒരു വിശദീകരണം തരുന്ന അനുച്ഛേദം അഥവാ ആർട്ടിക്കിൾസ് 1 മുതൽ 4 വരെയാണ്. അടുത്ത ഭാഗം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ 2ാം ഭാഗം, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നായ ഭാഗമാണ് സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വം. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങളാണ് 5 മുതൽ 11 വരെ. ഞാൻ പറഞ്ഞു 4 വരെ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിയാണ്. 5 മുതൽ 11 വരെ ഭാഗം 2 സിറ്റിസൺഷിപ്പ് അഥവാ പൗരത്വത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇങ്ങനെ ഓരോ ഭാഗത്തെയും കുറിച്ച് നമുക്ക് കൃത്യമായി അറിയണമെങ്കിൽ അനുച്ഛേദം അഥവാ ആർട്ടിക്കിളിലേക്ക് പോകണം. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു അഥവാ എത്ര അനുച്ഛേദം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 395, 395 ആർട്ടിക്കിൾസ് അഥവാ അനുച്ഛേദമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ എത്രയാണ്? 448. PSCയുടെ ഉത്തരമാണ് 448. എന്നാൽ 2018 കണക്ക് പ്രകാരം നിലവിൽ 469 ആർട്ടിക്കിൾസ് ഉണ്ട്. ശ്രദ്ധിക്കുക, 2018 കണക്ക് പ്രകാരം 469 ആർട്ടിക്കിൾസ് ഉണ്ട്. എന്നാൽ നിലവിൽ വന്ന സമയത്ത് 395 ആർട്ടിക്കിളാണ്. ഓരോ വർഷം കൂടുന്തോറും പുതിയ പുതിയ ഭേദഗതികൾ, അമെൻമെന്റുകൾ വരുന്നത് കൊണ്ട് ആർട്ടിക്കിളിന്റെ എണ്ണം കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിലവിൽ വന്ന സമയത്തെ ആർട്ടിക്കിൾ എത്രയാണെന്ന് കൃത്യമായി പഠിച്ചു വെക്കുക, 395. അടുത്തത് നോക്കാം, എന്താണ് ഷെഡ്യൂൾ അഥവാ എന്താണ് പട്ടിക. ആർട്ടിക്കിൾസ് അഥവാ അനുച്ഛേദത്തിന്റെ വിശദീകരണമാണ് ഷെഡ്യൂൾ അഥവാ പട്ടികയിൽപ്പെടുന്നത്. ശ്രദ്ധിക്കുക, എല്ലാ ആർട്ടിക്കിളിനും അഥവാ എല്ലാ അനുച്ഛേദത്തിനും ഒരു വിശദീകരണം ഇല്ല. എന്നാൽ ചില ആർട്ടിക്കിൾസിന് വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് നിങ്ങൾക്ക് അറിയണം. ചില ആർട്ടിക്കിളിനെ കുറിച്ച് നിങ്ങൾക്ക് വിശദീകരിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഷെഡ്യൂളിലേക്ക് പോകുക. എല്ലാ ആർട്ടിക്കിളിനെയും കുറിച്ചുള്ള വിശദീകരണം ഷെഡ്യൂളിൽ അടങ്ങിയിട്ടില്ല. ചില ആർട്ടിക്കിൾസിനെ കുറിച്ചുള്ള വിശദീകരണം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഷെഡ്യൂളിലേക്ക് പോകുക. അപ്പോൾ ഭാഗം, ആർട്ടിക്കിൾ, ഷെഡ്യൂൾ. ഭാഗത്തിന്റെ ഡെഫിനിഷൻ അഥവാ ഭാഗം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ആർട്ടിക്കിൾ നോക്കുന്നു. എന്നാൽ ആർട്ടിക്കിളിനെ കുറിച്ച് കൂടുതൽ വിശദീകരണം അറിയണമെങ്കിൽ നമ്മൾ പോകേണ്ടത് ഷെഡ്യൂളിലേക്കാണ്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 8 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ എത്രയാണ് എന്ന് ചോദിച്ചാൽ 12 ഷെഡ്യൂളുകൾ. ഇന്ത്യൻ ഭരണഘടന ഇപ്പോഴും ഒരു ഹീലിയം ഫിൽ ചെയ്ത പെട്ടിയിൽ പാർലമെന്റ് ലൈബ്രറിയിൽ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് വിമർശനങ്ങളുമായി ഒരുപാട് പേര് മുന്നിലെത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വിമർശനങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 1, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ തനി പകർപ്പാണ് എന്ന് വിമർശിച്ചത് എൻ ശ്രീനിവാസനാണ്. അദ്ദേഹം ഒരു പ്രൊഫസറാണ്, മാത്രമല്ല ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഇൻ ഇന്ത്യ എന്ന വിഖ്യാതമായ പുസ്തകത്തിന്റെ രചയിതാവും കൂടിയാണ് എൻ ശ്രീനിവാസൻ. എന്നാൽ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രായപൂർത്തി വോട്ടവകാശം കൂടെ ചേർത്ത ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് ഇന്ത്യൻ ഭരണഘടന എന്ന് വിശേഷിപ്പിച്ചത് PR ദേശ്മുഖ് ആണ്. പ്രായപൂർത്തി
വോട്ടവകാശം കൂടെ ഉൾപ്പെടുത്തിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് അടിസ്ഥാനപരമായി ഇന്ത്യൻ ഭരണഘടന എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് PR ദേശ്മുഖ്. മറ്റൊരു വ്യക്തി വിമർശനവുമായി വന്നു. അദ്ദേഹത്തിന്റെ പേരാണ് K ഹനുമന്തയ്യ. അദ്ദേഹം പണ്ട് മൈസൂർ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: നമുക്ക് വേണ്ടിയിരുന്നത് വീണയുടെയും സിത്താറിന്റെയും സംഗീതമായിരുന്നു. എന്നാൽ ഇന്ത്യൻ ഭരണഘടനയിലൂടെ ഇവർ നൽകിയത് ഇംഗ്ലീഷ് ബാൻഡിന്റെ സംഗീതമാണ് എന്ന് പറഞ്ഞ് വിമർശിച്ച വ്യക്തിയാണ് K ഹനുമന്തയ്യ. മൈസൂർ സ്റ്റേറ്റിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു K ഹനുമന്തയ്യ. അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുകയുണ്ടായി: ഗാന്ധിജി എന്താണോ ആഗ്രഹിക്കാതിരുന്നതും സങ്കല്പിക്കാതിരുന്നതും അതുപോലുള്ള ഒരു ഭരണഘടനയാണ് നിലവിൽ വന്നത് എന്ന് K ഹനുമന്തയ്യ പരിഹസിച്ചു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന മുഴുവനായി തയ്യാറാക്കാൻ എടുത്ത സമയം 2 വർഷം 11 മാസം 18 ദിവസമാണ്. എന്നാൽ ഈ ചോദ്യം PSCക്ക് ചോദിച്ചിട്ടുണ്ട്. അവരുടെ ആൻസർ കീയിൽ 2 വർഷം 11 മാസം 17 ദിവസമായിരുന്നു. എന്നാൽ ശരിക്കും 2 വർഷം 11 മാസം 18 ദിവസമാണ് ഇന്ത്യൻ ഭരണഘടന മുഴുവനായി തയ്യാറാക്കാനെടുത്ത സമയം. അപ്പോൾ ഇത്രത്തോളം ഒരു സമയം അഥവാ ദൈർഘ്യം എടുത്തിട്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പരിഹസിച്ച് ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിളിച്ച വ്യക്തിയാണ് നസറുദ്ദീൻ അഹമ്മദ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പരിഹസിച്ച് ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിളിച്ചത് ആര്? നസറുദ്ദീൻ അഹമ്മദ്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരം: USA ഭരണഘടന തയ്യാറാക്കാൻ വെറും 4 മാസമാണ് എടുത്തത്. നമ്മുടെ ഭരണഘടന തയ്യാറാക്കാൻ ഏകദേശം 2 വർഷം 11 മാസം 18 ദിവസമാണ് എടുത്തത്. അതുകൊണ്ടാണ് അദ്ദേഹം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ പരിഹസിച്ച് ഡ്രിഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വിളിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട വിമർശനങ്ങൾ. ഇന്ത്യൻ ഭരണഘടന എന്താണെന്നും എന്താണ് ഭരണഘടന എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്.